ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർക്കി ഹോംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏകദേശം 9 സെന്റിൽ 1400 സ്ക്വയർ ഫീറ്റിൽ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാനിന്റെ ഡീറ്റെയിൽസും റിക്വയർമെന്റ്സും ഒക്കെയാണ് നോക്കാൻ പോകുന്നത്. ഗാർഡൻ ഏരിയയും ഔട്ടർ സിറ്റിംഗും ഒക്കെ കൊടുത്തിട്ടുള്ള ഈ പ്ലാനിന്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളൊക്കെ ഒരു പ്ലോട്ടൊക്കെ വാങ്ങി ഒരു വീടൊക്കെ അല്ലെങ്കിൽ ഒരു പ്ലാനൊക്കെ ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മളൊക്കെ ആ സർവീസ് ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പ്ലാനിൻ്റെ റിക്വയർമെൻറ്റ്സിലോട്ടും ഡീറ്റെയിൽസിലോട്ടൊക്കെ കിടക്കാം. ഇതാണ് നമ്മുടെ ഫ്ലോർ പ്ലാൻ. ഫ്ലോർ പ്ലാനിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മളൊരു ഗാർഡൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഗാർഡനിങ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റൂഫിന് പകരം റൂഫ് പർഗോളസ് കൊടുത്തിട്ട് ഗ്ലാസ്സോ അല്ലെങ്കിൽ ഫുൾ ഗ്ലാസ് ഒക്കെ കൊടുക്കാം. നല്ല അപ്പിയറൻസ് ആയിരിക്കും കാണുവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് 2 ഷോ വാൾസ് കൊടുത്തിട്ടുണ്ട് സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ. പിന്നെ സിറ്റ് ഔട്ടിലോട്ട് കയറാൻ വേണ്ടി 2 സ്റ്റെപ്പ്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. പിന്നെ മെയിൻ ഡോറ്. പിന്നെ ഇത് ലിവിങ് ഏരിയ ആണ്, നമ്മുടെ സിറ്റിംഗ് റൂമാണ്. പിന്നെ ഇത് TV യൂണിറ്റ് ഒക്കെ ഇവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്. യു ഷേപ്പിൽ തന്നെ നമ്മൾ ലിവിങ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ആർച്ച് കൊടുത്തിട്ടുണ്ട്. ആർച്ച് കൂടെ ചെയ്ത് നമ്മളൊരു ഹാൻഡ് വാഷിലേക്ക് എത്തും. പിന്നെ ഒരു കോമൺ ബാത്റൂം ഹാൻഡ് വാഷിൻ്റെ അപ്പുറത്തായിട്ട് കാണിച്ചിട്ടുണ്ട്. ഡൈനിങ്ങിൽ നിന്ന് ഇവിടെ വന്നിട്ട് കൈ കഴുകാം. പിന്നെ ഇത് കോമൺ ബാത്റൂം. പിന്നെ ഒരു അതിന് പിന്നിൽ ഡോറ് കൊടുത്ത് കിച്ചൺ, സ്റ്റോറും. പിന്നെ ഇവിടെ നമ്മൾ ഹാൻഡ് വാഷ് കൊടുക്കാം എന്ന് ചോദിക്കും. പക്ഷേ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് വരും ഹാൻഡ് വാഷ്. അപ്പോൾ അവിടെ പൈപ്പിങ്ങിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇവിടെ ഒരു കിഡ് സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഗ്ലാസ് ഡോർ കൊടുത്ത് ഗ്ലാസ് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഔട്ടർ സെറ്റിങ്ങിലേക്ക് എത്തും. ഔട്ടർ സെറ്റിങ്ങിലും ഗാർഡനിങ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇരിക്കുവാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഔട്ടർ സെറ്റിംഗ് ഏരിയ ക്ലോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ വാൾസോ അല്ലെങ്കിൽ ഗ്രിൽസോ അല്ലെങ്കിൽ ജാളി വർക്കോ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും കാണുവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് വർക്ക് ഏരിയ ആണ്. ഇവിടെയാണ് നമ്മുടെ വിറകൊക്കെ വെച്ച് കത്തിക്കുന്ന അടുപ്പും. പിന്നെ നമ്മുടെ അവിടെ ഒരു ഡബിൾ സിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വർക്ക് ഏരിയയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള ഒരു ഏരിയ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതൊരു ബെഡ്റൂമാണ്. പിന്നെ ഒരു ഡ്രസ്സിംഗ് റൂമും ബാത്റൂമും കാണിച്ചിട്ടുണ്ട്. പിന്നെ ബെഡ്റൂമിൽ നിന്ന് ഔട്ടർ സെറ്റിങ്ങിലോട്ട് ഒരു വ്യൂ കിട്ടാൻ വേണ്ടി ബെഡ്റൂമിൽ നിന്നൊരു വിൻഡോയും കാണിച്ചിട്ടുണ്ട്. പിന്നെ പുറത്തെ ഗാർഡൻ്റെ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്ലാസും ഫുൾ ഗ്ലാസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബെഡ്റൂം, അവിടെ ഡ്രസ്സിംഗ് റൂമുണ്ട്, അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. 1400 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്ലോട്ടിൽ നിന്നുള്ള ഡയമെൻഷൻസ് ഒക്കെയാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഈ പ്ലാനിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ളത്. പ്ലാനിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് നമുക്ക് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ പ്ലാനിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്കൊക്കെ ഇതുപോലെ പ്ലാനൊക്കെ ഡിസൈൻ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.